അമ്മയും മകളും കൂടി ഒരു പുരുഷനെ ശല്യപ്പെടുത്തുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്നാലും മഹേഷിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കണമല്ലോ. മാഡം, എൻ്റെ പേര് മഹേഷ്, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 44 വയസ്സുണ്ട്. ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. 27ാമത്തെ വയസ്സിലാണ് എൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞത്. അത് കുറേ വർഷം നീണ്ടു നിന്നു. പക്ഷേ അതിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. വൈഫിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയി. 35 വയസ്സായപ്പോഴാണ് അകാലത്തിൽ അവർ വേർപിരിഞ്ഞത്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് പെണ്ണും പെടക്കോഴിയും വിവാഹവും ഒന്നും വേണ്ട എന്ന് വിചാരിച്ചപ്പോൾ പലരും എന്നെ നിർബന്ധിച്ചു. ഇതുവരെ കുട്ടികളില്ല, അതുമാത്രമല്ല ഒരു തുണയില്ല, നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പലരും നിർബന്ധിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്കെന്തോ അത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം, ആദ്യത്തെ വിവാഹ ജീവിതത്തിൻ്റെ നീണ്ട നാളത്തെ പ്രശ്നങ്ങളും അതിൻ്റെ കുഴപ്പങ്ങളും ഒക്കെ എൻ്റെ മനസ്സിനെ ബാധിച്ചിരുന്നു. ഇനി ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്തിനാന്ന് ചിന്തിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും തട്ടിമാറ്റി ജീവിച്ചു പോന്നു. നഗരത്തിൽ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് ഞാൻ താമസം. പിന്നീട് എൻ്റെ മനസ്സിൽ പല പല ആശങ്കകളും വരാൻ തുടങ്ങി. ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടല്ല, ഇങ്ങനെ സന്യാസതുല്യമായ ജീവിതം നയിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. എനിക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളും. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂടെയുള്ളവരോടൊന്നും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് എടുത്ത് പലയിടത്തും പരതി നോക്കിയത്. അങ്ങനെ പല നല്ല സുഹൃത്തുക്കളെയും കിട്ടി. രാവിളക്കുവോളം പലരോടും ചാറ്റ് ചെയ്തു. അതിൽ ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ വരാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ അത്യാവശ്യം പണം ഉണ്ട്. അപ്പോൾ ചിലർ പണം മോഹിച്ചു വരുന്നതെന്നറിയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് കൈ അയച്ച് അവരെ സഹായിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതം, സ്വാതന്ത്ര്യം, ഇടയ്ക്ക് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകൾ, അതൊക്കെ ചേർന്ന് എൻ്റെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയൊക്കെ പ്രായമായതല്ലേ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. നീ കല്യാണം കഴിച്ചേ പറ്റൂ, ഇനിയെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞ് ഒത്തിരി ബഹളമായി ബന്ധുക്കളുടെ ഇടയിൽ നിന്ന്. ഞാൻ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ എൻ്റെ ഒരു മാമൻ, അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള, അദ്ദേഹമാണ് ഒരാലോചന കൊണ്ടുവന്നത്. അവരും എൻ്റെ സെയിം പ്രായമാണ്, സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഒരു മകൾ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. പിന്നീട് അവർ കല്യാണം കഴിച്ചിട്ടില്ല. മകളിപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. അവർക്ക് ഇനിയൊരു വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒന്ന് കാണാൻ പറഞ്ഞു. അവർ പറഞ്ഞതല്ലേ, കണ്ടേക്കാം, കണ്ടിട്ട് വേണ്ട എന്ന് പറയാം എന്നുദ്ദേശിച്ച് ഞാനും ആ സ്ത്രീയും തമ്മിൽ കണ്ടു. അവരെ തൽക്കാലം നമുക്ക് രാഗിണി എന്ന പേരിൽ വിളിക്കാം. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെന്തായാലും പരിചയപ്പെട്ടല്ലോ, നല്ല ഫ്രണ്ട്സായിട്ട് കുറേ നാൾ തുടരാം. എന്നിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം വർക്കൗട്ടാകും ഈ ബന്ധമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അതിന് തലയാട്ടി. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ അവരുടെ സ്വഭാവം എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. കാര്യം, നല്ല മാന്യമായ പെരുമാറ്റം, സ്നേഹവും പരിഗണനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സംസാരം. എന്നോട് പല കാര്യങ്ങളും അവർ ഓപ്പണായി ചർച്ച ചെയ്യും. അതിലെല്ലാം അവരുടെ കുലീനത്വം കാണാനുണ്ടായിരുന്നു. ആദ്യ ഭാര്യയിൽ നിന്ന് എനിക്ക് ഇങ്ങനെയുള്ള ഒരു പരിഗണനയും കിട്ടിയിരുന്നില്ല. ഒരു പക്ഷേ അവർക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു നല്ല സഹജീവി എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദമായി. വിവാഹത്തിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ രണ്ടുപേരുടെ ജാതകം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ പറ്റില്ല, 1.5 വർഷം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് ഞാനൊരു ഡേറ്റ് ചുമ്മാ പറഞ്ഞു. അതെല്ലാവരും വിശ്വസിച്ചത് കൊണ്ട് പ്രശ്നമില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ യോഗ്യരാണെന്നും വീട്ടുകാർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതിനും കറങ്ങി നടക്കുന്നതിനും യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളെ അധികം ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അവരുടെ മകൾ പൂനെയിൽ നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ പരിചയപ്പെട്ട് 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൂനെയിൽ പോയി മകളെ കാണാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഇത്രയും മുതിർന്നൊരു പെൺകുട്ടിയെ കാണാൻ പോകാൻ ഇത്തിരി ചമ്മലുണ്ടായിരുന്നു. രാഗിണി എന്നെ നിർബന്ധിച്ചു, ചേട്ടൻ വന്നേ പറ്റൂന്ന്. അവരുടെ സ്നേഹമുള്ള ആ നിർബന്ധം എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ ആദ്യമായി അവളെ കണ്ടു. അതീവ സുന്ദരി. ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് കുറേ നാളത്തെ മുമ്പത്തെ ഫോട്ടോയാണ്. ഇപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വലിയൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്ക് നല്ല ഗ്ലാമറും സംസാരവും എല്ലാം. അമ്മയുടെ മകൾ തന്നെ, സുന്ദരിക്കുട്ടി, ചുണക്കുട്ടി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവൾക്ക് ഒരു ചമ്മലും കണ്ടില്ല. എനിക്ക് ചമ്മലുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഞങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് യാതൊരു വിരോധമില്ല അമ്മയ്ക്കൊരു കൂട്ടുകാരൻ ഉണ്ടാകുന്നതിൽ. പിന്നെ അങ്കിൾ, എനിക്കും ഒരു ഫാദർ ഫിഗർ വേണം. അച്ഛൻ മരിച്ചു
പോയിട്ട് ഒത്തിരി കാലമായല്ലോ. ഒരു ആണിൻ്റെ തുണ എന്തായാലും അച്ഛൻ്റെ സ്ഥാനത്തും പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്തും ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമുണ്ട്. അങ്കിളിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞു, വിടാതെ പിടിച്ചോണം, ഇത്രയും സൗന്ദര്യം ചെറുപ്പമുള്ള ഒരു ഭർത്താവിനെ അമ്മയ്ക്ക് ഇനി കിട്ടാൻ പാടാണ് എന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എന്ന് അവൾ ഓപ്പണപ്പായിട്ട് പറയുകയാണ്. അത് കേട്ട് രാഗിണി ലജ്ജിച്ചു. കൊച്ചേ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇങ്ങനെ ഓപ്പണപ്പായിട്ട് സംസാരിക്കാതെ, എനിക്ക് നാണം വരുന്നു. പിന്നെ അമ്മയുടെ ഒരു കള്ള നാണം. അമ്മയ്ക്ക് ഓൾറെഡി ഭർത്താവ് ഉണ്ടായിരുന്നതാണ്, അങ്ങനൊരു ജീവിതം കഴിഞ്ഞതുമാണ്. ഇത്രയ്ക്ക് നാണമൊന്നും ആവശ്യമില്ല. പിന്നെ കാലം അത് എപ്പോഴാണെങ്കിലും അതിൻ്റെ ആവശ്യങ്ങൾ നടത്തും, അതിനൊന്നും ഞാനെതിരല്ല. പിന്നെ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ പപ്പാന്ന് വിളിക്കും കേട്ടോ, അല്ലെങ്കിൽ അങ്കിളിനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവളുടെ സംസാരമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തൊരു മിടുക്കിയാണ് ഈ പെൺകുട്ടി. എന്തായാലും അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം തോന്നി, ഈ വിവാഹം നടക്കുന്നതാണ് നല്ലത്. കാര്യം എല്ലാം കൊണ്ടും എനിക്ക് യോജിച്ചൊരു ഫാമിലിയാണ്. ഇവർ രണ്ടുപേരും ഇത്രയും ഓപ്പണപ്പായിട്ടുള്ള ആൾക്കാരാകുമ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. സാധാരണ രീതിയിലുള്ള സദാചാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള ആളുകളായിരിക്കും പ്രശ്നക്കാർ. ഇവർക്ക് അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. സദാചാരത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, എന്നാലും ഇവളുടെ സ്വഭാവം കണ്ടിട്ട് ഒരു ലിബറൽ ചിന്താഗതിയുള്ളവളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അങ്ങനെ 3-4 ദിവസം അവിടെ നിന്ന് ഞങ്ങൾ കറങ്ങി വന്നു. ഒന്നിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി അടുപ്പം തോന്നി. പക്ഷേ ഞാനൊരു അകലം പാലിച്ചു. വേണ്ട, വിവാഹം കഴിഞ്ഞിട്ടാകാമെന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് 3 ദിവസവും ഞങ്ങൾ മാന്യമായി തന്നെയാണ് ഇടപഴകിയത്. പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ രാഗിണി ഫോണിൽ വിളിച്ച് പരിഭവം പറയാൻ തുടങ്ങി. നിങ്ങളിങ്ങനെ എന്നോട് പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പൂനെയിലേക്ക് വന്നത് ഒത്തിരി സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നു. നമ്മളെന്തായാലും കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. ഇനി അഥവാ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടല്ലോ. അതോ ഞാൻ മാത്രമേ നിങ്ങളെ ഇഷ്ടപ്പെട്ടുള്ളൂ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് എൻ്റെ പ്രായം ഇഷ്ടപ്പെട്ടില്ലേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുണുങ്ങി. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാന്യമായി അങ്ങ് നിന്നതാണ്. ഓഹോ, അപ്പം ആദ്യ ഭാര്യ പോയതിനു ശേഷം നിങ്ങൾ വിശ്വാമിത്രനാണോ? ഒരു ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കൊക്കെ ചില മീറ്റപ്പുകൾ ഉണ്ടായിരുന്നു. ഞാനൊരു മനുഷ്യനല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് മാത്രം എന്തിനാ അകലം? ഇനിയെങ്കിലും നിങ്ങൾ എന്നോട് കുറച്ച് സ്നേഹം കാണിക്കൂ. ഞാൻ എന്തെല്ലാം പ്രതീക്ഷിച്ചാണ് വന്നത്, ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. എന്ത് സ്നേഹം എന്ന് പറഞ്ഞ് അവർ അർത്ഥം വെച്ച് പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തൊരു മണ്ടനാണ്. എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്ന ബന്ധമാണ്. ഞാൻ വെറുതെ 3 ദിവസം പൂനെക്ക് പോയിട്ട് വെറുതെ തിരിച്ചു വന്നു. പൂച്ച ചന്തയ്ക്ക് പോയതുപോലെ. പൂച്ചയാണോ പട്ടിയാണോ, എന്തേലും ആയിക്കോട്ടെ. സോറി മോളെ രാഗിണി, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ വരണം. നമുക്ക് അടുത്ത ആഴ്ചത്തെ ലീവിന് എവിടെയെങ്കിലും പോകാം. മോളോട് ഞാൻ പറഞ്ഞപ്പോൾ മോളാ എന്നോട് പറഞ്ഞതും പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോകാമേ. വെറുതെ എന്തിനാ ഇരിക്കുന്നത്? കല്യാണം 1-2 വർഷം കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി. ഇനി കല്യാണം നടത്തിയില്ലെങ്കിലും പുള്ളിയുടെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങൂ. ഉള്ള അവസരങ്ങൾ ആഘോഷമാക്കൂ അമ്മയെന്ന് അവൾ എന്നെ നിർബന്ധിക്കുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കറക്റ്റാണ് അവൾ പറഞ്ഞത്. ഞാൻ മാത്രം എന്തിനാണ് ഇങ്ങനെ സന്യാസിയെ പോലെ ജീവിക്കുന്നത്? നിങ്ങളൊരു വട്ടം ആ കഥ പറഞ്ഞപ്പം ഇതേ വാചകം പറഞ്ഞതല്ലേ, അപ്പോൾ എനിക്കും അങ്ങനെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ എവിടെയെങ്കിലും ഒന്ന് പോകാം. എവിടെ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് മംഗലാപുരത്ത് പോകാം. മംഗലാപുരത്ത് എന്തിരിക്കുന്നു? അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ, അവളെന്ന് കാണണം, അവളെയും കാണാം, അങ്കവും കാണാം, താളി ഒടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ താളി ഒടിക്കാൻ ഞാൻ റെഡിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം രാവിലെ മംഗലാപുരത്തേക്ക് തിരിച്ചു. വൈകുന്നേരം മംഗലാപുരത്ത് ചെന്നു. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ആദ്യം ചെന്നത്. അവിടെ ഫ്രണ്ടും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അവർ ഞങ്ങളെ സ്വീകരിച്ചു. അവരുടെ വീട്ടിൽ 3 മണിക്കൂർ ചെലവിട്ട ശേഷം ഏകദേശം 10:30 ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി. അത്താഴമൊക്കെ അവർ തന്നിരുന്നു. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാഗിണിയുടെ ഭാവം അങ്ങ് മാറിയത്. രാഗിണി ചില കന്നഡ പാട്ടുകൾ പാടാൻ തുടങ്ങി. ആകെ അവളൊരു ജോളി മൂഡിലാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, നിനക്ക് കന്നഡ പാട്ടുകളൊക്കെ അറിയാമോ? എനിക്കറിയാം. ചേട്ടന് കന്നഡ പാട്ടുകൾ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ടുകളൊന്നും അറിയില്ല, എനിക്ക് ആ കൂടി കണ്ണടയ്ക്കാനറിയാം, കന്നഡ അറിയില്ല, കന്നഡയുടെ പാട്ടും അറിയില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, കണ്ണൊന്നും അടയ്ക്കണ്ട ചേട്ടാ, കണ്ണ് തുറന്ന് പിടിക്കൂ. ചേട്ടന് കന്നഡ അറിയില്ലെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അത് പിന്നെ അറിയാതിരിക്കുമോ? ഞാനൊന്ന് കല്യാണം കഴിച്ചതല്ലേ. കല്യാണം കഴിച്ച കാര്യം മാത്രം പറയരുത്. അതല്ല, അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾ കണ്ട ആൾക്കാരുടെ എണ്ണം നിങ്ങൾ പറഞ്ഞത്
വിരലിലെണ്ണാവുന്നിടത്തോളം അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്കറിയാം. കൊച്ചു കള്ളൻ. അപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസുകൾ എനിക്കും ആവശ്യമാണ്. കാര്യം ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും തിരയാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല രാഗിണി, ഇത്രയും ഗെയിമിയാകുമ്പോൾ ഇത്രയും നാൾ വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പരിഭവിച്ചു. അത് കൊള്ളാം. യഥാർത്ഥം പറഞ്ഞപ്പോഴേക്കും എന്നെ സംശയിച്ചു. പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, സംശയം. ആഹാ, അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം ഇതാണ്. സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ആകാം, പുരുഷന്മാരെ സംശയിക്കാം. പക്ഷേ അവരെല്ലാം ഭയങ്കര നല്ലവർ. അങ്ങനെയാകരുത്. ഞാൻ നല്ലവളൊന്നുമല്ല. എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോളെ മാതൃകാപരമായി വളർത്തണം എന്നുള്ളത് കൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നേ ഉള്ളൂ. പിന്നെ കല്യാണമൊന്നും കഴിക്കണമെന്ന് എനിക്കുമില്ലായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്കത് തോന്നിയത്. ഞാൻ പറഞ്ഞു, വഴക്കുണ്ടാക്കാനാണ് ഇവിടെ വന്നത് അതോ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ വന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എനിക്ക് നിങ്ങളെ കണ്ടപ്പം ഭർത്താവാണെന്ന് തന്നെ അങ്ങ് തോന്നുകയാണ്. തോന്നിക്കോളൂ, അത് നല്ലതല്ലേ, അടുപ്പം വർദ്ധിക്കുമല്ലോ. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിനിടയ്ക്ക് ഇങ്ങനെ ദൂരെ നിന്ന് വഴക്കുണ്ടാക്കില്ല, അടുത്ത് വന്നിട്ടാ പുള്ളി വഴക്കുണ്ടാക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ ഒന്ന് അടുത്ത് ചെന്ന് വഴക്കുണ്ടാക്കണം. വഴക്കുണ്ടാക്കുമ്പോൾ ചില സമ്മർദ്ദങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അണ്ണാനെ ആരെങ്കിലും മരങ്കേറ്റം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പരിഭവമായിരുന്നു. കുറച്ച് നിഷേധങ്ങൾ ആദ്യമുണ്ടായി. അങ്ങനെയുള്ളപ്പോഴാണല്ലോ കൂടുതൽ ശക്തി ആർജിക്കുന്നത്. എന്തായാലും പൂജയ്ക്ക് കൊണ്ടുവന്ന ഇളനീർ കുടങ്ങൾ ആദ്യം ഉടയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല മാർഗം തന്നെയായിരുന്നു. ഇളനീർ കുടങ്ങൾ ഉടച്ചതോടുകൂടി ഹോമകുണ്ടം ആളിയൊരു കത്തിലായിരുന്നു. അതിനിടയ്ക്ക് മൃദുവായ മന്ത്രങ്ങളും പ്രണയമന്ത്രങ്ങൾ. അവൾ ഒരു മിടുക്കിയായിരുന്നു. എന്ത് പറഞ്ഞാലും നല്ല അനുസരണ. അതുമാത്രമല്ല, എനിക്ക് അറിയാത്ത ട്രിക്കുകൾ കൂടി അവൾക്കറിയാം എന്നുള്ളത് ഒരു ഹൈലൈറ്റ്. ആ യാത്രയോടുകൂടി ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പം അധികം നാൾ കാത്തു നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകൾ പറഞ്ഞു, എൻ്റെ കോഴ്സ് 1 വർഷം കൊണ്ടുണ്ട്. നിങ്ങളെന്തായാലും 1.5 വർഷം എന്നല്ലേ ആൾക്കാരോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിനുള്ള കറക്റ്റ് സമയമാകും. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. അങ്ങനെ ചെറിയ രീതിയിലൊന്നും വിവാഹം നടത്തണ്ട, നല്ല രീതിയിൽ തന്നെ നടത്താം എന്ന് പറഞ്ഞു. ഞാനും അത് സമ്മതിച്ചു. അതേപോലെ രാഗിണിയും സമ്മതിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ 1 മാസത്തെ ലീവിന് വീട്ടിൽ വരുന്നുണ്ട്, ഞങ്ങൾക്കിപ്പോൾ അവധിയാണെന്നും. സാധാരണ അവൾ ഇങ്ങോട്ട് വരാറേയില്ല, ഇവിടെ ബോറടിയാണെന്ന് പറയും. രാഗിണി എന്നോട് പറഞ്ഞു, നിങ്ങളും കൂടി ഉള്ളത് കൊണ്ടാണ് മോള് വരാമെന്ന് പറഞ്ഞത്. ഈ പ്രാവശ്യം അവൾ വരുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും പോകണം. വർഷങ്ങളായിട്ട് അവൾ പല സ്ഥലങ്ങളും കാണണമെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്കൊന്നിച്ച് ഒത്തിരിയിടത്ത് ഷെഡ്യൂൾ ചെയ്ത് പോകണമെന്ന്. ഞാൻ പറഞ്ഞു, ശരി, ഒരു 10 ദിവസം നമുക്ക് 2 പേർക്ക് ലീവ് എടുക്കാം, എന്നിട്ട് അടിച്ചു പൊളിക്കാൻ പോകാമെന്ന്. അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്തു. മോൾ നാട്ടിലേക്ക് വന്നു. അവൾ വന്ന് അന്ന് വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചു, അങ്കിളെ ഫ്ലാറ്റ് എവിടാ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, അമ്മയുണ്ടോ കൂടെ? അമ്മയില്ല, ഞാൻ വെറുതെ അങ്ങോട്ട് വരികയാണ്, എൻ്റെ കൂടെ വാ, നമുക്ക് 2 കൂടെ ഷോപ്പിങ്ങിന് പോകാം രാത്രിയിൽ എന്ന് പറഞ്ഞു. വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ സ്കൂട്ടി എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. ആര്യമോൾ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ അവളെ ഒന്ന് പുകഴ്ത്തി. ഞാനും എൻ്റെ ബുള്ളറ്റ് എടുക്കാം. അയ്യോ അത് വേണ്ട, അങ്കിള് എൻ്റെ പുറകിൽ എൻ്റെ സ്കൂട്ടിയിൽ കയറിയാൽ മതി. അതെന്താ അങ്ങനെ? എനിക്ക് നിർബന്ധമാണ് എൻ്റെ പുറകിൽ കയറ്, എങ്കിൽ സ്കൂട്ടി ഞാൻ ഓടിക്കാം. അങ്ങനെ സുഖിക്കേണ്ട, എൻ്റെ പുറകിൽ കയറിയിരിക്കണം, എന്നിട്ടും എൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ വരണം. അതൊന്നും നിനക്ക് അത്ര നിർബന്ധം? അങ്ങനെയാണ്. എനിക്ക് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന ടൈമായപ്പോഴേക്കും എൻ്റെ പപ്പ ഇല്ലല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും കയറണമെന്ന് പറഞ്ഞു. പാവം കുട്ടി, അവൾക്ക് പിതൃവാത്സല്യം കിട്ടിയിട്ടില്ല. ഞാൻ അവളുടെ പുറകെ കയറി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ചേർന്നിരുന്നു, ഇത് ബുള്ളറ്റാന്ന് വിചാരിച്ചു, ഞാൻ സ്പീഡിൽ വിടാൻ പോകാണെന്ന്. വേണ്ട, ഇവിടെ ട്രാഫിക്കൊക്കെ ഒത്തിരി ഉള്ളതാണ്, സൂക്ഷിക്കണം. പിന്നെ പൂനെയിൽ ഞാൻ ഓടിക്കുമല്ലോ, എൻ്റെ കൂട്ടുകാരികളുടെ ബൈക്കൊക്കെ ചേർന്നിരിക്കുക എന്നവൾ പറഞ്ഞു. അവൾ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചു. ഇത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ പല കഥകളും പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. അത് കഴിഞ്ഞ് അവൾ കുറേ പർച്ചേസ് ചെയ്തു. ഞാൻ പൈസ കൊടുക്കാതെ പറഞ്ഞപ്പോൾ വേണ്ട, പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി അവൾ മനോഹരമായ ഒരു പ്രിൻ്റഡ് ഷർട്ട് എടുത്തു തന്നു. ഇത് കറക്റ്റായിരിക്കും, പോയി നിട്ടിട്ട് വാ എന്ന് പറഞ്ഞു. ഞാനിത് ചേഞ്ച് ചെയ്യാൻ കയറി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ മുട്ടുന്നു. ഞാൻ തുറന്നു. എവിടെ ഇട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇട്ടു, ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇടുന്നേ ഉള്ളെന്ന്.
പെട്ടെന്ന് അവൾ ആ തുറന്ന് അകത്ത് കയറിയിട്ട് പറയുകയാണ്, ഞാൻ ഇട്ട് തരാം മോളെ, ആരെങ്കിലും കാണും, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇട്ട് തരാം ബട്ടൺസ് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞ് അവൾ ബട്ടൺസൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് എന്നെ പുറത്തിറക്കിയിട്ട് പറയുകയാണ്, സൂപ്പറായിട്ടുണ്ട്, ഇത് പാക്ക് ചെയ്യാം, വേഗത മാറിയിട്ട് മറ്റേ ഡ്രസ്സും ധരിച്ച് പുറത്തു വാ എന്ന് പറയുന്നു. അവളുടെ സംസാരവും പ്രകടനവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് പിതാവിനോടുള്ളതാണോ അതോ വേറെന്തെങ്കിലുമാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു പെൺകുട്ടി ഇത്രയും കുഴയേണ്ട കാര്യമില്ലല്ലോ സ്വന്തം പിതാവിനോട്, ഇനി അങ്ങനെ ആയിരിക്കുമോ, എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൺഫ്യൂഷനിലായി. തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ അങ്കിളിനെ ഓടിക്ക്, ഞാൻ പുറകിലിരിക്കാം. പിന്നെ അങ്കിളിനെ അവിടെ ഇറക്കിയിട്ട് എനിക്ക് സ്കൂട്ടി കൊണ്ട് വീട്ടിൽ പോകാമല്ലോ, അമ്മ തിരക്കില്ലേ, ഇപ്പോൾ 10 മണിയായല്ലോ. പ്രശ്നമൊന്നുമില്ല, ഞാൻ 11:30 ആകുമ്പോഴേ വരുള്ളൂ നമ്മോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചെന്നില്ലേലും കുഴപ്പമില്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സെലീൻ, അവളിവിടെ താമസിക്കുന്നത്, അവൾ ടൗണിൽ തന്നെയാണ്, അവളുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. പിന്നെ അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ച് ഇങ്ങോട്ട് വരായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവളവിടെ ഉണ്ടോ? അവളവിടെ ഒന്നുമില്ല, പക്ഷേ അവളുടെ വീട്ടിൽ താമസിക്കുകയാണെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. ആ പ്രിന്റഡ് ഷർട്ടിലെ അങ്കിളിനെ കാണാൻ സൂപ്പറായിരുന്നു, എനിക്ക് ഏതോ ഹിന്ദി സിനിമ നടന്മാരെ പോലെ തോന്നി. വെറുതെ നീ എന്നെ പൊക്കി അടിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങനെ പൊക്കി പറഞ്ഞു ഒന്നുമല്ല, കറക്റ്റാണ്, അവൾ എന്നോട് ചേർന്നിരുന്നു. എവിടേക്കോ എന്തൊക്കെയോ കർഷണങ്ങളും ഉരസലുകളും എനിക്ക് ഫീൽ ചെയ്തു. മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ വണ്ടി പോകുന്ന രീതിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എങ്കിൽ ഞാൻ പോട്ടെ, നാളെ ഇറങ്ങാം, നാളെ വൈകുന്നേരം എനിക്ക് വേറെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്, അങ്കിള് എൻ്റെ കൂടെ വരില്ലെന്ന് ചോദിച്ചു. അതിനെന്താ മോളെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും അവിടെ വണ്ടി നിർത്തി. എന്താ മോളെ, എന്തെങ്കിലും മറന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും, മറന്നു, അങ്കിളിൻ്റെ ഫ്ലാറ്റ് ഞാൻ കണ്ടില്ലല്ലോ, നാളെ വരുമ്പോൾ കാണാം. അത് പറ്റില്ല, എനിക്കിപ്പോൾ കാണണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മുകളിലേക്ക് പോയി. ഫ്ലാറ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും, നല്ല ഫ്ലാറ്റാണല്ലോ, ഇവിടെ ഒരു സ്ത്രീ ഉള്ളതുപോലെ തോന്നുന്നു. ഏത് സ്ത്രീ? അല്ല, ഞാൻ പറഞ്ഞതാണ്, സ്ത്രീകളൊക്കെ ഉള്ള വീട് പോലെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ എന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ ചോദിച്ചു, മോൾ എന്തായി കാണിക്കുന്നത്? എന്താ കാണിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകില്ലേ എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ കൈകൾ താഴേക്ക് നീളുകയായിരുന്നു. മോളെ എന്തായാലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്കിളിന് എല്ലാം അറിയാം, അമ്മ എന്നോട് കഥകളെല്ലാം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്കിൾ നേരത്തെ പല ആളുകളെയും മീറ്റ് ചെയ്തിട്ടില്ലേ, അപ്പോൾ പിന്നെ ഇതിനെന്താ പ്രശ്നം? എന്നാലും അതൊക്കെ നിർത്തി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുകയല്ലേ. അത് നിർത്തിയാലും ഇല്ലെങ്കിലും അങ്കിളെ, ജീവിതം എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ രസാവഹമായി മുന്നോട്ട് പോകണം. അങ്കിളിന് എൻ്റെ അമ്മയുടെ കാര്യം അറിയാമോ? അമ്മ ഒരു പാവമാണ്. പാവമാണെങ്കിൽ എന്തിനാ മോളെ നമ്മൾ അവളെ കുഴപ്പത്തിലാക്കുന്നത്? ഇത് കുഴപ്പത്തിലാക്കുകയല്ല, ഇതൊരു വശത്തോട് നടന്നോളും. കാര്യം അങ്കിളെ, ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേക്കും ഇടവും വലവും ഞങ്ങൾ ഒന്നായി അങ്കിളിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അതിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള ഒരടുപ്പം വേണം. അതുമാത്രമല്ല, എൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണെന്ന് കൂടി നോക്കിയോളൂ. എൻ്റെ അമ്മയ്ക്ക് വിധിച്ചത് അമ്മ കൊതിച്ചു തന്നെയാണോ എന്ന് എനിക്കറിയണമല്ലോ. മോളെ, അങ്കിള് വെറുതെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അടിക്കണ്ട, ഇതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ആദ്യത്തെ ഈ ഒരു വട്ടം അത് പിന്നെ പരീക്ഷണമാണെന്ന് കരുതണം. ഇനിയിപ്പോഴൊന്നും മിണ്ടരുത് കേട്ടോ, മിണ്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഉച്ചിയിൽ ഉച്ചവെയിലേറ്റതുപോലെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഇതിനിടയ്ക്ക് അവൾ പറയുകയാണ്, പൂനെയിൽ വെച്ച് ഞാൻ കണ്ടതും കേട്ടതുമൊക്കെ ഇത്രത്തോളം വരില്ല അങ്കിളെന്ന് എനിക്ക് വിളിക്കാൻ തോന്നില്ല. ഞാൻ വിളിക്കുന്നത് എൻ്റെ കുട്ടാന്നാണ്. ഞാൻ ആരും കേൾക്കാതെ ഇനി കുട്ട എന്നേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇളനീര് പോലെ ഇളകുന്ന മോഹങ്ങൾക്കുള്ളിൽ ഞാനെന്ത് പറയാനാണ്? അത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാനും കരുതി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൾ മിക്ക ദിവസങ്ങളിലും വരും. എന്നോട് 2 മണിക്കൂറൊക്കെ നേരത്തെ ഇറങ്ങാൻ പറയും. ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിറങ്ങും. 1-2 മണിക്കൂർ അവൾ കൂട്ടുകാരികളെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ എൻ്റെ കൂടെ ചിലവഴിക്കും. ഞങ്ങൾ തമ്മിൽ വളരെ മനോഹരമായൊരു ബന്ധം ക്രിയേറ്റായി വരികയായിരുന്നു. പിന്നെ ഞങ്ങൾ ടൂറ് പോയി. അപ്പോൾ അവൾ ഞങ്ങൾ രണ്ടുപേരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്കിളും അമ്മയും കൂടെ അവിടെ ഒറ്റയ്ക്കിരിക്കൂ, ഞാൻ ദേ കറങ്ങിയിട്ട് വരാം, നിങ്ങൾ യുവമിഥുനങ്ങളല്ലേ, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ്
അവൾ നന്നായി അഭിനയിച്ചു. അതുപോലെ തന്നെ സെപ്പറേറ്റ് റൂം എടുത്ത് അവൾ മാറി നിൽക്കുകയും ചെയ്തു. ഒന്നുകൊണ്ടും ഒന്നിനും മടിയും വേണ്ട അമ്മേ, എല്ലാം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് അവൾ തുറന്നു പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പിന്നെ എനിക്കവിടെ ഒരു മനസ്താപത്തിൻ്റെയും ആവശ്യമില്ലായിരുന്നു. അവിടെയും നല്ല രീതിയിൽ പോയി അവൾ തിരിച്ചു പോയി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവൾ വരാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോഴില്ലേ മാഡം, അവളുടെ സ്വഭാവം നന്നായി മാറാൻ തുടങ്ങി. അവൾക്ക് എന്നോട് കൂടുതൽ അടുപ്പമായി. അവൾ ഈ ഇടയ്ക്ക് എന്നോട് പറയുകയാണ്, അങ്കിൾ എൻ്റെ അമ്മയോട് പറയണം ഈ വിവാഹം നടക്കില്ലെന്ന്. അങ്കിൾ എന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്, എൻ്റെ കഴുത്തിലാണ് താലി ചാർത്തേണ്ടത്. എന്നിട്ട് പിന്നെ മരുമകനായി വീട്ടിൽ വരൂ, അമ്മ അവിടെ കാണും, ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയ്ക്കും സ്നേഹിക്കാമല്ലോ എന്ന് പറയുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? ഉടനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഡേറ്റിൽ ഒന്നും നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അങ്കിളിൻ്റെ താലി എനിക്കാണ് വേണ്ടത്, അമ്മയ്ക്കല്ല. അമ്മയ്ക്ക് മറ്റ് പല സന്ദർഭങ്ങളിലും റിലാക്സേഷൻ മാത്രം മതി. ഇനിയിപ്പോൾ വേണമെങ്കിൽ എൻ്റെ അമ്മ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ പറയാണ്. നീ ഭ്രാന്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇത് നിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിഷമിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഡേറ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവളുടെ അമ്മയോട് ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മാസം ഒരു മുഹൂർത്തമുണ്ട്, അതിനെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കല്യാണം നിർത്തിക്കണമെന്നും ഞാൻ തന്നെ അവളുടെ അമ്മയോട് പറയണം. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ജീവിക്കാൻ പോകുന്നത്, അവർക്ക് ഒരു സൈഡ് സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയണം. അവൾക്ക് പറയാൻ വയ്യ, ഞാൻ തന്നെ പറയണം. ഇല്ലെങ്കിൽ കല്യാണം മുടക്കുമെന്നാണ് അവൾ പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും കുറേ അധികം കാര്യങ്ങളിൽ സാധാരണ ആൾക്കാരെ പോലെ മറച്ചു വെച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല നിങ്ങളാരും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയോടാണെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയാം. ആദ്യം നിങ്ങൾ ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ അവളുടെ അമ്മയോട് പോയി രഹസ്യമായിട്ട് തുറന്നു പറയുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. കാര്യം എന്തായാലും അവൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതേപോലെ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് രഹസ്യമായിട്ട് അവളുടെ അമ്മയോട് ഈ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യുക. അവൾ അറിയണ്ട, അറിയാൻ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുക. അവളുടെ ഇളക്കവും അമിത സ്വാതന്ത്ര്യവും ഒക്കെ ഇതിന് ഒരു കാരണമാണ്. അതുമാത്രമല്ല, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയോട് ഏകദേശം നിങ്ങളുടെ കുറേ ചെയ്തികളൊക്കെ പറഞ്ഞു. അതെല്ലാം സ്വന്തം മകളോട് പറയണമെന്ന് ആര് പറഞ്ഞു? ആ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവളും ഇളകി. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ അമ്മയും ഇതിൽ ഒരു പ്രാധാന്യമുള്ള റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറുന്ന ആൾക്കാർക്കിടയിൽ ഒരാൾക്ക് മാത്രം പ്രത്യേക സ്വഭാവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം വിവാഹം കഴിക്കുക, വെല്ലുവിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളും പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് ചർച്ച ചെയ്യുക. എന്തായാലും നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൾ തുറന്ന് പറയുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരോട് പറഞ്ഞ് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒക്കെ തുറന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഉടനെ കല്യാണം കഴിക്കാതെ ഇതേപോലെ മുന്നോട്ട് പോകുക. കാര്യം അവൾക്ക് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നിയത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ പ്രായത്തിൻ്റെ ആ തുള്ളാട്ടമൊക്കെ ഒന്ന് കുറച്ച് അവളെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് അവളുടെ വിവാഹമൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഒന്നിക്കുന്നാലും കുഴപ്പമൊന്നുമില്ല. കാര്യം സമയമുണ്ടല്ലോ, ധൃതി പിടിച്ച് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സമാധാനപരമായി രണ്ടുപേരെയും തക്കം പോലെ കൈകാര്യം ചെയ്ത് മാത്രം മുന്നോട്ട് പോകുക. ആരെയും പ്രകോപിപ്പിക്കാൻ പോകണ്ട. പതുക്കെ പതുക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ വിവാഹം എന്ന് പറഞ്ഞെടുത്ത് ചാടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതിന് ഒരു പ്രോപ്പർ ടൈം കൊടുത്തിട്ട് രണ്ടുപേരെയും മാനേജ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി ബഹളമൊന്നും ഉണ്ടാക്കാതെ, പുറത്തുള്ളവരറിയാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ, നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഏകദേശം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒന്ന് സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് നിങ്ങൾ ആ സാഹചര്യത്തെ കൊണ്ടുവരിക.